ഹലോ, ഗുഡ് മോർണിംഗ്. ഈ ആഴ്ചയിൽ നമ്മൾ ചിക്കൻ ടിക്ക റെസിപ്പിയാണ് നോക്കുന്നത്. അതിൻ്റെ റെഡ് വേർഷനും ഗ്രീൻ വേർഷനും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒന്ന് നമ്മൾ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്, വേറൊന്ന് പാനിലും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. രണ്ട് രീതിയിൽ ചെയ്താലും രുചി തന്നെയാണ്. എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ കാണാനൊരു വലിയ ലുക്ക് ഉണ്ടാവില്ല, ഓയിലൊന്നും ഇല്ലാതെ ഫ്രൈ ചെയ്യുന്നതല്ലേ, പക്ഷേ രുചി നല്ല രുചിയാണ്. എന്തായാലും രണ്ടിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആക്ച്വലി ഇതിൻ്റെ മാരിനേഷനാണ് ഇമ്പോർട്ടൻറ്റ്. തന്തൂരി ചിക്കൻ ആണെങ്കിലും ഇങ്ങനെയുള്ള സ്നാക്സുകളാണെങ്കിലും ചിക്കൻ്റെ ഏത് റെസിപ്പി ആണെങ്കിലും മാരിനേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എത്ര സമയം മാരിനേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും അതിൻ്റെ രുചി കൂടുകയും ചെയ്യും. ഇങ്ങനെയുള്ള റെസിപ്പികൾ ആക്ച്വലി ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്യുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഇനി മാരിനേഷനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. മല്ലിയില, സവോള, ക്യാപ്സിക്കം, ജീരകം, പെരിഞ്ജീരകം, കുരുമുളക്, ഗ്രാമ്പൂ, പട്ട, ഏലക്ക. ഇതിൻ്റെയൊക്കെ കൃത്യമായ അളവ് ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, അത് മുഴുവൻ കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ അത് മുഴുവൻ ഇടേണ്ട ആവശ്യമില്ല. ഇഞ്ചി, വെളുത്തുള്ളി, ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് അതിൻ്റെ ആവശ്യത്തിന് നിങ്ങൾ ചേർക്കണം. ഇത്രയും ആദ്യം ഒന്ന് അരയ്ക്കുമ്പോഴേക്കും അതിൽ കുറച്ച് സ്പേസ് ആവും. അപ്പോഴേക്കും ബാക്കി അരയ്ക്കാനുള്ള സാധനങ്ങൾ നമുക്ക് ചേർക്കാം. തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ ബാക്കി പൊടികൾ ചേർക്കാനുള്ളത് ഗരം മസാല, മല്ലിപ്പൊടി, പിന്നെ കസൂരി മേത്തി, ഇതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത്. ഒരു കാര്യം, പഞ്ചസാര അല്ലെങ്കിൽ ശർക്കര അത് ഓപ്ഷണലാണ്. പിന്നെ നാരങ്ങാ നീര്, ഒരു അര നാരങ്ങയുടെ ആവശ്യമുള്ളൂ. ഇതെല്ലാം ചേർത്തത് ഒന്നുകൂടെ നന്നായിട്ട് അരച്ച് നമ്മൾ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഇനി അത് പുരട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. ഈ കൂട്ടത്തിൽ കുറച്ച് സവോളയും ക്യാപ്സിക്കവും ഞാൻ പുരട്ടി വെക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇനി റെഡ് ചിക്കൻ ടിക്കയിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പൊടിയാണ്, അതിൽ കാശ്മീരി മുളക് പൊടിയാണ് കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. ഞാനിതിൽ വേറെ കളറൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കുക. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, തൈര്, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. സവോള ഒരു മുമ്പേ നമ്മൾ അതിൽ ഇട്ടു, ഇതിൻ്റേക്കും ചേർക്കുക. ഇതും ചിക്കനിൽ നന്നായിട്ട് പുരട്ടി വെക്കുവാണ് കുറച്ച് നേരത്തേക്ക്. ഇതൊരു മിനിമം 4 മണിക്കൂറെങ്കിലും പുരട്ടി വെച്ചാലേ അതിൻ്റെ ആ ഒരു ചിക്കനൊക്കെ നല്ലൊരു ടെൻഡർ ആവത്തുള്ളൂ. ഇനി നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരുന്ന ഗ്രീൻ ചിക്കൻ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. അതിന് വേറെ പരിപാടികളൊന്നുമില്ല. അത് ഒരു 4 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എടുത്ത് ഫ്രൈ ചെയ്യുന്നു. അപ്പോൾ ഒരു സൺഡേ ചിക്കൻ വാങ്ങിക്കുക, ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ വെച്ചേക്കുക. നിങ്ങൾ ചിക്കൻ കഴിക്കണമെന്ന് വിചാരിക്കുന്ന ദിവസം രാവിലെ ഇതെടുത്ത് പുറത്ത് വെക്കുക, ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുക, സംഭവം റെഡി. അത്രയ്ക്ക് ഈസിയാണ് ഈ സംഭവം. ഇനി റെഡ് ചിക്കൻ ടിക്ക ഞാൻ ഒന്ന് എയർ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനും ഈ പറഞ്ഞ പോലെ നമ്മൾ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നു, അത്ര തന്നെ. ഇതിങ്ങനെ ഫ്രൈ ആയി വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും നമുക്ക്. ഇത് രണ്ടും ഉണ്ടാക്കിയപ്പോൾ ഈ ഗ്രീൻ ചിക്കൻ എന്തോ ഭയങ്കര ടെൻഡറായിട്ടാണ് കിട്ടിയത്, സോഫ്റ്റായിട്ട്. റെഡ് ഞാൻ ഇടയ്ക്ക് എല്ലാം ഉണ്ടാക്കുന്നത് കൊണ്ടും എന്തോ ഇത് രണ്ടും കൂടെ ഉണ്ടാക്കിയപ്പോൾ ഇവിടെ കൂടുതൽ ഡിമാൻഡ് ഇന്ന് ഗ്രീൻ ചിക്കനായിരുന്നു. രണ്ടും രുചിയാണ്, പക്ഷേ എന്തോ ഒരു പ്രത്യേകത ഗ്രീൻ ചിക്കൻ ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് എയർ ഫ്രൈ ചെയ്ത ഒരു ചിക്കൻ റെസിപ്പി ചെയ്തപ്പോൾ 1-2 പേര് എന്നോട് പറഞ്ഞു അതത്ര ക്രിസ്പി ആയിട്ട് കിട്ടിയില്ല, ഒരു സൈഡ് സോഗിയായിരുന്നു. അപ്പോൾ അതിൽ പറയാൻ പറ്റാതിരുന്ന കാര്യം, നിങ്ങൾ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുമ്പോഴും ഒരു സൈഡ് ഹാഫ് ടൈം കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുത്താൽ 2 സൈഡും ഒരുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. അതൊന്ന് ശ്രദ്ധിച്ചോണം എയർ ഫ്രൈ ചെയ്യുമ്പോൾ. ഈ ഗ്രീൻ ചിക്കൻ്റെ അതേ പാനിൽ തന്നെ നമ്മൾ ആ സവോളയും ക്യാപ്സിക്കവും ഒന്നൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അതും കുക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുക്ക് ചെയ്തെടുക്കുമ്പോൾ അതിന് വേറൊരു സ്മോക്കി ടേസ്റ്റ്, ഒരു ഫ്ലേവർ കിട്ടും. ഈ ചിക്കൻ ടിക്ക ഇതെല്ലാം കൂടെ ഒരു ടൂത്ത് പിക്കിൽ അറേഞ്ച് ചെയ്ത് നമ്മൾ പാർട്ടി സ്നാക്കായിട്ട് സെർവ് ചെയ്യാൻ പറ്റും. നല്ലൊരു പെർഫെക്റ്റ് പാർട്ടി സ്നാക്കാണിത്. ഇവിടെ ഓഫീസർ മെസ്സിലൊക്കെ സെർവ് ചെയ്യുന്ന നമുക്കെല്ലാം ഇഷ്ടമുള്ളൊരു സ്നാക്കാണിത്. അപ്പോൾ ഗസ്റ്റൊക്കെ ഉള്ളപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്കിത് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ ഒരു ഗ്രീൻ ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ പെർഫെക്റ്റാണ്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വിത്ത് ലവ്, മീതു മധുരാജ്.